തിരുവനന്തപുരം പാപ്പനംകോട് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച് യുവാവ് അറസ്റ്റിലാകുകയും ചെയ്തു. കരകുളം സ്വദേശി അഫ്സലിനെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. ബോക്സുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ 300 കിലോ കഞ്ചാവ്. ഇത്രയും അളവ് കൂടുതലുള്ള കഞ്ചാവ് കിട്ടിയത് വലിയ അളവിൽ കഞ്ചാവ് പിടികൂടുന്നത് അപൂർവമാണ്. അതായത് 300 കിലോ എന്ന് വരുമ്പോൾ നല്ല വിലയുള്ളതാണ്. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരം പാപ്പനംകോടാണ് വൻ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നത്. ഡാൻസ് ഓഫ് സംഘമാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഡാൻസ് ഓഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന ഏകദേശം 300 കിലോയിൽ അധികം വരുന്ന കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. വിവിധ പാക്കറ്റുകളിലാക്കിയിട്ടാണ് ഈ ഒരു കാറിൽ രഹസ്യ ഭാഗത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിക്കിയിലും സൂക്ഷിച്ചിരുന്നത്. ഡാൻസ് ഓഫ് സംഘം ഇവിടെ ഈ ഒരു വാഹനത്തെ ഫോളോ ചെയ്ത് പിന്നീട് പിടികൂടുകയായിരുന്നു. ഈ സംഭവത്തിൽ നിലവിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന അഫ്സൽ എന്ന വ്യക്തിയെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കരകുളത്തിൽ നിന്നുമാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങോട്ട് കൊണ്ടുപോകും തുടങ്ങിയ കാര്യമെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും വ്യക്തമാവുക. എന്തായാലും വലിയ രീതിയിലുള്ള കഞ്ചാവ് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത്. 300 കിലോയിൽ അധികം കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. എവിടെ നിന്നും എത്തിച്ചു, അതോടൊപ്പം തന്നെ എങ്ങോട്ട് കൊണ്ടുപോകും തുടങ്ങിയ കാര്യമെല്ലാം ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കും. ആ സംഭവത്തിൽ നിലവിൽ ഒരാൾ കസ്റ്റഡിയിൽ ഉള്ളത് കരകുളം സ്വദേശിയായ അഫ്സൽ എന്ന വ്യക്തിയാണ് നിലവിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിനുശേഷം ഇപ്പോൾ കൃത്യമായി തന്നെ ഡാൻസ് ഓഫ് സംഘവും പോലീസും എല്ലാം തന്നെ ഇത് കൃത്യമായി ഇതിൻ്റെ പരിശോധനകളെല്ലാം ഇപ്പോൾ പൂർത്തീകരിക്കുന്നുണ്ട്. നിലവിൽ ഈ അഫ്സലിനോടൊപ്പം തന്നെ മറ്റു ചില വ്യക്തികളും വാഹനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് പിടികൂടിയ ഈ സമയത്ത് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് ആരാണ്, ഇവിടേക്ക് ഇവർ കൊണ്ടുപോവുകയാണ്, ഏതെങ്കിലും സ്കൂൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചോ ഒക്കെ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയ കാര്യമെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷേ ഇത് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാകാം എന്നുള്ള ചില സൂചനകൾ ഒക്കെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വൻ കഞ്ചാവ് സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘവും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഘമാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരാളെയാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഈ വ്യക്തിയെ ഇപ്പോൾ ചോദ്യം അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം പരിശോധിച്ച് അതിനുശേഷം ഈ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തയാളെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. അതെ, വലിയ അളവിലുള്ള കഞ്ചാവാണ് പിടികൂടിയത്. എന്തായാലും അന്വേഷണം കൂടുതൽ ഊർജിതമാണ്. പ്രത്യേക സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഈ അഫ്സലിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഓടി രക്ഷപ്പെട്ടു. അവരെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയാണ്.